യേശുവിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ധനവാന്മാരും നരകത്തിൽ പ്രവേശിക്കുന്ന ദരിദ്രരും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. സമ്പന്നതയോ ദാരിദ്ര്യമോ അല്ല, മറിച്ച് മനോഭാവമാണ് പ്രധാനപ്പെട്ട കാര്യം. ധനവാന് ധാരാളം വിളവുകൾ ലഭിച്ചപ്പോൾ ദൈവത്തെയും ചുറ്റുമുള്ളവരെയും മറന്ന് തിന്നുകുടിച്ച് ആനന്ദിക്കാൻ പുതിയ കളപ്പര പണിയാൻ ശ്രമിച്ചു. സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു. ധനവാൻ പട്ടുവസ്ത്രം ധരിച്ച് തിന്നുകുടിച്ച് ആനന്ദിച്ചപ്പോൾ പടിവാതിൽ കിടക്കുന്ന ലാസറിനെ പരിഗണിക്കാൻ മറന്നുപോയി. സ്വർഗം നഷ്ടപ്പെട്ടു. പരിപൂർണനാകാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ പരിപൂർണതയെക്കാളും കൂടുതൽ ആസക്തി പണത്തോടായപ്പോൾ അയാളും തിരസ്കരിക്കപ്പെടുകയാണ്. എന്നാൽ ചുങ്കക്കാരനും പണക്കാരനുമായിരുന്ന സക്കേവസ് തൻ്റെ സമ്പത്ത് പങ്കുവെച്ച് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്തപ്പോൾ അയാൾ രക്ഷപ്പെട്ടു. അരിമത്യക്കാരൻ ഔസേബ് സ്വന്തം കല്ലറയുള്ള പണക്കാരനായിരുന്നു. പക്ഷേ ആ കല്ലറ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ, അങ്ങനെ പങ്കുവെക്കാനുള്ളൊരു മനസ്സ് കാണിച്ചപ്പോൾ അയാളും രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ധനം മാത്രമല്ല, നമ്മുടെ കഴിവ്, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം ഒക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ തയ്യാറായാൽ നമ്മളും രക്ഷപ്പെടും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.